ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. അഭിലാഷിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞ്? പന്നിക്കോട് മുക്കം. മുക്കം. ഓക്കെ. കമ്പി കയ്യിൽ തുളച്ചു കയറിയോ? അത് ഇതായപ്പം കമ്പിമിൽ വന്ന് ഇടിച്ചതാ കൈ. അത് എന്ത് വർക്ക് ചെയ്യുമായിരുന്നു? സെൻട്രിങ്ങിൻ്റെ പണിയാണ്. ഓഹോ ഹോ ഹോ. ഡോക്ടർ പറഞ്ഞു പരിശോധിച്ചിട്ട് എല്ല് പൊട്ടിയിരിക്കാന്നല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെല്ല് ഇവിടെ പൊട്ടിയതാണ്. ഒരു വി പോലെ കിടക്കുക. അഭിലാഷിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 98 46 75 23 85. അഭിലാഷിന്റെ അമ്മയുടെ പേര്? പ്രേമാവതി. നമ്മുടെ പേര് എനിക്ക് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു. വിജി. അതെ. ഇതാരാ? ഹസ്ബൻഡ്. ആഹാ, എനിക്ക് അറിയാമെങ്കിലും ഞാൻ ചോദിക്കായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് ഹസ്ബൻഡോട് ഇങ്ങോട്ട് വരണേന്ന്. ഓ അതെ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ? ഒരു കുട്ടി. ആ പേര്? ശ്രീപൂർണ. ആ അഭിലാഷേ, ഇപ്പം ഒരു 5 മിനിറ്റ് മുമ്പ് ഇവിടെ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ അടുത്ത് മുക്കത്തുനിന്ന് വന്നേ. ഞങ്ങൾ ഒരുമിച്ച് വന്നത്. എൻ്റെ കൂട്ടുകാരനാണ്. ആ, അവനെ കർത്താവ് ഒരു ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തിയത് അഭിലാഷ് കണ്ടില്ലേ? അതിന് ഞങ്ങളൊരു മറിയക്കൊന്ത ഉരുട്ടിയില്ല, ഞങ്ങളൊരു കുർബാന ചൊല്ലിയില്ല, ഞങ്ങളൊരു നേയാപൈസ നേയാപൈസ ഒരു നേർച്ചയോ സ്തോത്രകാഴ്ചയോ ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ദൈവം തൻ്റെ വചനം ബൈബിളിലൂടെ എഴുതിയിരിക്കുന്നു. ആ വചനം പറഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി ആ കുഞ്ഞിലേക്ക് കയറുകയായത്. എന്നിട്ട് സാമാന്യത്തിലധികം ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ച് അവർ ബലാബലം നോക്കുകയും സുഖപ്പെട്ടതിൽ സന്തോഷിച്ച് കടന്നു പോവുകയും ചെയ്ത്. ഇത് അഭിലാഷ് കണ്ടില്ലേ? കണ്ടു. അപ്പോൾ ആ ചെറുക്കൻ എങ്ങനെയെന്ന് വെച്ചാൽ യുക്തിബോധവുമായിട്ട് ഒന്നും ചെയ്തില്ല, ഭക്തിബോധവുമായിട്ട് ഒന്നും ചെയ്തില്ല. അവൻ സിമ്പിൾ ഫെയ്ത്തിൻ്റെ ഉടമയായിരുന്നു. അവനെ സുഖപ്പെടുത്തുമെന്ന് അവന് നല്ല ബോധ്യമായിരുന്നു. ഈ ബോധ്യം അഭിലാഷിന് ഉള്ളത് കൊണ്ട് അഭിലാഷ് ഇപ്പം സുഖപ്പെടാൻ പോവാണ്. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നല്ല ദൈവമേ, അഭിലാഷിനെ ഒന്ന് സുഖപ്പെടുത്തണം. അഭിലാഷ്, ഇത് അഴിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. അഴിച്ചോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. കുറച്ച് ആരോഗ്യമുള്ള ഒരാൾ എഴുന്നേറ്റോടെ നിൽക്കാവോ? വേറൊരാളായാലും കുഴപ്പമൊന്നുമില്ല. വാമനെ, ഈ കയ്യെ പിടിച്ച് വലിച്ചോ നല്ലപോലെ. നമ്മളൊന്നും ചെയ്യണ്ട, വലിച്ചങ്ങോട്ടിട്ടോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇരുന്നോ. ഒരു നിമിഷം മതി നമ്മുടെ ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുവാൻ. നമ്മുടെ ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ 1,00,000 കൊന്ത ചെല്ലുകയോ ആ ദൈവത്തിന് ഒരു കല്ലിലോ തടിയിലോ ചിത്രം കൊത്തുകയോ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ കാറ് വേണം, ദൈവത്തിന് അതൊന്നും വേണ്ട. ഒരു മനുഷ്യന് മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി പൊക്കി താത്തിയൊക്കെ പറയേണ്ടി വരും, ദൈവത്തിന് അതൊന്നും ആവശ്യമില്ല. ഒരു ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ അവൻ ആത്മാവായിരിക്കും. വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവം ആത്മാവാണ്. 33.5 വർഷക്കാലം ഈ പ്രപഞ്ചത്തിൽ ശരീരത്തോടു കൂടി ജീവിച്ചിട്ട്, അതിനു മുമ്പ് ശരീരത്തോടു കൂടി ജീവിച്ചില്ല, അതിന് പിമ്പും ശരീരത്തോടു കൂടി ഈ ഭൂമിയിലില്ല. അങ്ങനെ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് കാലഘട്ടത്തിന് നടുവിലേക്ക് ഇറങ്ങി വന്ന
ഒരു ക്രിസ്തുവിന് ജീവനുണ്ടെന്നും അവനാണ് ദൈവമെന്നും ആയിരക്കണക്കിന് ആളുകളോട് പറഞ്ഞാൽ അവർ പറയും പോടാവൂ എന്ന് പറയും. യേശു ക്രിസ്തു എന്ന ആ ഒരു ശക്തിക്ക് ജീവനുണ്ട്, യഥാർത്ഥ ശക്തിയാണ് എന്ന് കൊട്ടിന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഞാൻ ആരാധിക്കുന്ന ദൈവം ഒറിജിനൽ ദൈവമാണ്. അങ്ങനെ ഒത്തിരി ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവങ്ങൾ തമ്മിലൊരു മത്സരം നടന്നേനെ. ഒത്തിരി വായു ഉണ്ടായിരുന്നെങ്കിൽ ചില വായു ചില രാജ്യത്ത് ശ്വസിക്കുമ്പോൾ അവർ മരിച്ചുപോയേനെ. ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ ദൈവം അഭിലാഷിൻ്റെ കൈ ഒടിഞ്ഞതല്ല, എല്ലാം സുഖപ്പെടുത്തും. നരകം പറ്റിച്ചു കളയും. ജീവിതം കർത്താവിനുള്ളതാണ് കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: യേശുവേ, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് തരണമേ. യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ എന്ന് കേട്ടോ. കർത്താവേ, നിൻ്റെ ആത്മാവ് ഈ കുട്ടൻ്റെ ഉള്ളിൽ നിറയട്ടെ, നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പൊട്ടിയെടുത്ത് ഒന്ന് പിടിച്ചു നോക്കി. പ്രത്യേകിച്ചൊന്നും കുഴപ്പമില്ലല്ലേ? കർത്താവ് സൗഖ്യം. ഒന്നുകൂടെ കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തും. നമുക്കൊരു 1,00,000 പുസ്തകങ്ങൾ എഴുതിയാൽ ദൈവത്തെ ദൈവമെന്ന് തെളിയിക്കാൻ പറ്റുകയില്ല. നമുക്കൊരു 10,00,000 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തെ ദൈവമെന്ന് തെളിയിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ ദൈവമെന്ന് തെളിയിക്കണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചത് കാണണം. ദൈവം പ്രവർത്തിച്ചത് കാണാൻ നിങ്ങൾ എന്തു വേണം? നിങ്ങളൊന്നും ചെയ്യേണ്ട. രാവിലെ 5:30 മുതൽ 6 വരെ സൂര്യ TV വെക്കണം. ഇന്ത്യയിലെ ലോകത്തിൽ എവിടെയാണെങ്കിലും ആത്മാഭിഷേകം ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ ചെറിയ വലിയ ശുശ്രൂഷകന്മാർ ശുശ്രൂഷ ചെയ്യുന്നിടത്തൊക്കെ പോകണം. ഇങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെ ദൈവമായിട്ട് കാണാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഫിലോസഫേഴ്സിൻ്റെ തത്വശാസ്ത്രങ്ങൾ കൊണ്ടൊന്നും കഴിയുകയില്ല. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും ഈ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. പത്രോസും പൗലോസും പാവങ്ങൾ, അവർക്ക് ഈ ദൈവത്തെ ആളത്വത്തോടു കൂടി കാണാൻ സാധിച്ചു. ആ ആളത്വം 33.5 വയസ്സ് കൊണ്ട് AD 30 അവസാനിച്ചു. ഇപ്പോൾ അവൻ ആത്മത്വമാണ്. അവൻ എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തിലെ 66 ബുക്കുകൾ, അതിൽ 31,173 തിരുവെഴുത്തുകൾ. ആ തിരുവെഴുത്തുകൾ വായിച്ച് വിശുദ്ധിയോടുകൂടി ആത്മാവെ, പരിശുദ്ധാത്മാവെ ഒന്ന് കടന്നു വരണമെന്ന് പറയുന്നവരാരാണോ അവർക്ക് 1000 പൗലോസുമാരായി മാറാം. അവർക്ക് അനുദപിക്കാം, അവർക്ക് മനസ്സാന്തരപ്പെടാം, അവർക്ക് വീണ്ടും ജനിക്കാം, അവർക്ക് നിത്യത ലഭിക്കും. അഭിലാഷനാകട്ടെ നിത്യത ലഭിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവെ, സത്യദൈവത്തെ കണ്ടുമുട്ടി ആനന്ദത്തോടു കൂടി ഈ കുട്ടമണി ഇന്ന് പോയി ഉറങ്ങട്ടെ. നാളെ മുതൽ ബൈബിൾ പഠിക്കട്ടെ. ആമേൻ. എന്താണ് മോനെ പേര്? അഭിലാഷ്. അഭിലാഷ്, കഴിഞ്ഞ മാസം ഇതുപോലൊരു ദിവസം കോഴിക്കോട് ടൗണിൽ വെച്ചുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ കുട്ടൻ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ശരിയല്ലേ? അന്ന് കാലിനോ ഇവിടെ പൊട്ടിയതായിരുന്നു. ഇവിടെ ഈ എല്ല് പൊട്ടിയതായിരുന്നു. ഈ കൈയുടെ ഇത് മാത്രം കാണിച്ചു. ഈ കൈയുടെ അല്ലേ? ഈ എല്ലാണോ? ചെറുവരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ആണ്. അന്ന് എന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടാണോ വന്നേ? അതെ, പ്ലാസ്റ്റർ വന്നേ. ബാൻഡേജ് ഇട്ട് വന്നതായിരുന്നു. അന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ യേശു കൊച്ചിനെ സുഖപ്പെടുത്തിയോ? 3-ാം ദിവസം പണിക്ക് പോയി. യേശു നേരിട്ട് സൗഖ്യം തന്നല്ലേ? അതിനുശേഷം ഇന്നിപ്പം ഈ കയ്യിൽ എന്ത് പറ്റിയതാ? ഇത് മാറി പണിക്കിറങ്ങി 2 ആഴ്ച ആയതേ ഉള്ളൂ. അത് കട്ടർ കൊണ്ടതാണ്. സെൻട്രിങ്ങിന്റെ പലക കട്ട് ചെയ്യുമ്പോൾ കട്ടർ റിട്ടേൺ അടിച്ചതാ. എന്നിട്ട് എവിടെയൊക്കെയാ മുറിഞ്ഞേ? ഇവിടെ ഇങ്ങനെ മുറിഞ്ഞതാണ്. ഇവിടെ ഇങ്ങനെ മുറിഞ്ഞതാണ്. എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയല്ലേ? എന്നിട്ട് അവർ ഓപ്പറേഷൻ ചെയ്തോ? ചെയ്തു. എത്ര ദിവസമായി ഓപ്പറേഷൻ ചെയ്തിട്ട്? ഇപ്പോൾ ശനിയാഴ്ച ചെയ്തതാ. ശനിയാഴ്ച. ഇന്നിപ്പം ഞായറാഴ്ചയായി. അപ്പോൾ ശനിക്ക് ശനി 8, ഞായർ 9 ദിവസം. അപ്പം അങ്ങനെ കട്ടായി പോയതിന് ശേഷം ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഇതിങ്ങനെ വെച്ചിരിക്കുക അല്ലേ? ഇതെങ്ങനെ ഇതിങ്ങനെ വെച്ചിരിക്കുന്ന? ഇത് ഈ കൈ ഇതിപ്പോൾ നോർത്തരുതെന്നാണ് പറഞ്ഞു. വെയിൻ 6 വെയിനും കണ്ടുണ്ട്. 6 വെയിൻ. അപ്പം അതെല്ലാം ജോയിൻ്റ് ആക്കി വെച്ചതാണ്. ഈ കൈ നോർത്തുമ്പോൾ പെട്ടെന്നത് കൈ ഇങ്ങനെ വരുമ്പോൾ ഈ വെയിൻ ചിലപ്പോൾ ഇതായാലോ എന്ന് പറഞ്ഞിട്ടാണ് കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നല്ലേ? നമ്മൾ മറ്റന്നാൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇത് അഴിച്ചു കളയുകയും ഇന്നാളത്തേതുപോലെ വീണ്ടും സുഖപ്പെടുത്തുകയും ചെയ്യുവാണെങ്കിൽ അത് മോന് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാം.
അത് അല്ലെങ്കിലും ദൈവം തന്ന കിട്ടിയത് തന്നെയല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. മോൻ്റെ പേര് അഭിലാഷ്. ഫോൺ നമ്പർ 9846 75 23 85. അപ്പോൾ അന്നിങ്ങനെ നമ്മൾ ദൈവം തൊട്ട് ഈ കൈക്കിങ്ങനെ സൗഖ്യം കിട്ടി എന്നത് യാഥാർത്ഥ്യമായിട്ടും ആത്മീയമായിട്ട് ഇതിനോട് നല്ലപോലെ പ്രതികരിച്ച് കൂട്ടായ്മയിൽ പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു പക്ഷേ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു കുറ്റബോധം തോന്നുന്നില്ലേ? കുറച്ചുകൂടി ഒന്ന് ആത്മീയമായിട്ട് മോനെ ഉണർത്താൻ വേണ്ടി ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതാകാം. ദൈവം ഒരിക്കലും ആരെയും വണ്ടി ഇടിപ്പിക്കുകയില്ല, കട്ടർ കൊണ്ട് കുത്തി കയറ്റുകയില്ല, ക്യാൻസർ തരികയില്ല, ദൈവം ഒരിക്കലും ഒന്നും ചെയ്യല. പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും സ്നേഹത്തിലേക്കും വചനത്തിലേക്കും വരാൻ മനുഷ്യൻ ബോധപൂർവം ദൈവം ആകർഷിച്ചിട്ടും തള്ളിക്കളഞ്ഞാൽ, അതെ ബാക്കി ഇപ്പോൾ പറയണ്ട, മോന് മനസ്സിലാകുന്നല്ലോ. ഞാനൊന്ന് പ്രാർത്ഥിക്കാം. ഇത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തതല്ലേ, അതങ്ങനെ തന്നെ ഇരുന്ന് സൗകര്യം പോലെ സുഖപ്പെടുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ. അതല്ല ഇപ്പം സുഖപ്പെടുത്തുന്നെങ്കിൽ പെടുത്തട്ടെ. എന്താ ശരി. കർത്താവേ, ഹല്ലേലൂയ. അഭിലാഷ കുട്ടൻ്റെ മേൽ ദൈവമേ, വലത് കരത്തെ വയ്യാതെ വന്നപ്പോൾ നീ സുഖപ്പെടുത്തിയത് ഇടത് കരത്തെയും ഇപ്പോൾ വയ്യാതെ വന്നിരിക്കുന്നു. അങ്ങനെ മകൻ വേണ്ടതുപോലെ കൂട്ടായ്മയിലും വചനത്തിലും നിസ്സഹകരിച്ചില്ല, പക്ഷെ സഹകരിച്ചില്ല. അപ്പോൾ അത് സഹകരിക്കാൻ ഇതൊരു മുഖാന്തിരമാണ്. ഹല്ലേലൂയ. ഞാൻ മൂലം എന്നാണ് മലയാളം, ഞാൻ മുഖാന്തിരമെന്നല്ല. അവൻ മൂലമെന്നാണ് മലയാളം, അവൻ മുഖാന്തിരമെന്നല്ല. പക്ഷേ പഴഞ്ചൻ മലയാളം മുഖാന്തിരമെന്നാണ്. അങ്ങനെ ഈ കുട്ടൻ്റെ കൈ മുഖാന്തിരം യേശുവിലേക്ക് വന്നില്ല. അപ്പോൾ അടുത്ത കൈ മുഖാന്തിരം യേശുവിലേക്ക് വരാൻ വേണ്ടിയാണോ അറിയില്ല. കർത്താവേ, അങ്ങ് സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഈ മകൻ്റെ കൈകളിൽ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ കുട്ടിൻ്റെ വലത് കൈ ഒടിഞ്ഞപ്പോൾ അഥവാ കുഴപ്പമായപ്പോൾ കഴിഞ്ഞ മാസത്തിലെ 3-ാം ഞായറാഴ്ച അത്ഭുതം പ്രവർത്തിച്ചതാണ്. ഈ കൈ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നു. ഇതിപ്പോൾ ദൈവം കുഴിച്ചോടിച്ചതല്ല, ഗട്ടർ എങ്ങനെയോ കുത്തി കയറിയതാണ് എന്ന് കൊച്ചു പറഞ്ഞു. പക്ഷേ കർത്താവെ, നിനക്ക് ഇത് സുഖപ്പെടുത്താൻ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തിൽ സുഖപ്പെടുത്തിയാട്ടെ. ശരിയാവുകയാണല്ലോ കുട്ടമണി, ശരിയാവുകയാണല്ലോ. അരിച്ച് ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. നിന്റെ പേര് മുത്തുമണി എന്നല്ലേ? മുത്തുമണി. പിന്നെ എന്താ? നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ്റെ കൈ സുഖപ്പെട്ടെന്ന്? അച്ഛനൊന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കാവോ? ഈ കൈക്കല്ല, ആ കൈ കൊണ്ട്. അങ്ങനെയാണോ? തിരിച്ചു പിടിക്കുക. ഈ കൈ കൊണ്ട് ഷെയ്ക്കാൻ്റെ കൊടുത്ത് വലിച്ചേ. അച്ഛനൊന്ന് വലിച്ചേ. വലിക്കങ്ങോട്ട്. അച്ഛനൊന്ന് വലിച്ചേ. കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രിയരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും ആദ്യകാല സഭയിലെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതെല്ലാം നിന്നുപോയി എന്നും അതെല്ലാം തട്ടിപ്പാണെന്നും യുക്തിവാദികൾ മാത്രമല്ല പ്രധാന സഭയിലെ വീര്യവതികളും വീര്യവാന്മാരും പോലും പറയുന്നു. യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്തതും പഴയ നിയമത്തിൽ ഏലിയാവിനെ പോലുള്ളവർ ചെയ്തതും പുതിയ നിയമത്തിൻ്റെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ബുക്കിൽ അപ്പസ്തോലന്മാരിലൂടെ ചെയ്തതുമായ കാര്യങ്ങൾ ഇന്നും തുടരുന്നതിൻ്റെ കാരണം ഈ ദൈവം ഇന്നും അതുപോലെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്രൂശിക്കപ്പെട്ടവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ദേവസ്യമുല്ലക്കരിയെന്നോ ജോണിയെന്നോ 1-10 പേർക്ക് മാത്രമുള്ള ഒന്നല്ല പ്രാർത്ഥിക്കാനുള്ള വരവും കൃപയും വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്.
ആര് ഈ ക്രിസ്തുവിൽ അന്തസ്സായിട്ട് വിശ്വസിക്കുന്നുവോ അവരെല്ലാവരും രക്ഷപ്രാപിക്കും. രോഗം പോകും, ദുഃഖം പോകും, ശാപം പോകും, പിശാച് പോകും. എല്ലാവരും കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക.